വിസിക്കെതിരെ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം വിളിക്കാത്ത വിസിയുടെ നടപടി ഗുരുതര ചട്ടലംഘനമാണ് എന്ന് സിൻഡിക്കേറ്റ്. വിസിക്ക് സ്ഥാനത്ത് തുടരാൻ യോഗ്യതയില്ല എന്നും സിൻഡിക്കേറ്റ്. അടുത്ത സിൻഡിക്കേറ്റ് യോഗം ചേരേണ്ടത്, റെഗുലർ സിൻഡിക്കേറ്റ് യോഗം ചേരേണ്ടത് ഇന്നാണ് അവസാന ഡേറ്റ്. അപ്പോൾ ഇന്ന് യോഗം ചേർന്നിട്ടില്ല. അപ്പോൾ ആ യോഗം ചേരാത്തത് ഗുരുതരമായ ആക്ടിൻ്റെയും സ്റ്റാറ്റ്യൂട്ടിൻ്റെയും വയലേഷനാണ്. ഇവിടുത്തെ ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഒരു ഓഫീസറാണ് വൈസ് ചാൻസലർ. അദ്ദേഹം അത് വയലേറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു നിമിഷം പോലും വൈസ് ചാൻസലറായിട്ടിരിക്കാൻ യോഗ്യതയില്ല. അദ്ദേഹം രാജിവെച്ച് പോകണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. തുടർന്ന് ഇങ്ങനെ നിയമവിരുദ്ധമായ പ്രവർത്തനം നടത്തുന്ന വൈസ് ചാൻസലറെ സംബന്ധിച്ച് എന്ത് വേണമെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട്. വിജിൻ വായന്തോട് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. വിജിൻ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് സിൻഡിക്കേറ്റിന്റെ തീരുമാനം? നിയമപരമായി മുന്നോട്ട് പോകുമെന്നാണോ? അമൃത, കേരള സർവകലാശാലയിലെ പ്രതിസന്ധി ഇങ്ങനെ തീരാതെ തുടരുകയാണ്. നേരത്തെ മന്ത്രി ഉൾപ്പെടെ നേരിട്ട് ഇടപെട്ടിരുന്നു. സിൻഡിക്കേറ്റ് അംഗങ്ങളെയും ഒപ്പം തന്നെ വൈസ് ചാൻസലറെയും വിളിച്ചു വരുത്തി മന്ത്രി സംസാരിക്കുകയും ഒരു സംവാദത്തിലേക്ക് എത്താനുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അതിനുശേഷവും സർവകലാശാലയിലെ പ്രതിസന്ധിക്ക് ഒരു അയവും വന്നിട്ടില്ല. നിലവിൽ ഇന്ന് സിൻഡിക്കേറ്റ് യോഗം ചേരണമെന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് 60 ദിവസത്തിൽ ഒരു തവണ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കണം എന്നുള്ളതാണ് സർവകലാശാല ചട്ടം. അത് കഴിഞ്ഞ തവണ ഹൈക്കോടതി വരെ എത്തിയ നിയമ നടപടികളിൽ ഹൈക്കോടതിയും അക്കാര്യം വ്യക്തമാക്കിയിരുന്നു. 60 ദിവസത്തിൽ ഒരിക്കൽ സിൻഡിക്കേറ്റ് യോഗം നിർബന്ധമായും വിസി വിളിച്ചു ചേർക്കണം എന്നുള്ളതായിരുന്നു ഹൈക്കോടതി ഉത്തരവിലും ഉണ്ടായിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നാണ് അതിന്റെ അവസാന ദിവസം എന്ന് പറയുന്നത്. പക്ഷേ അതിനിടയിൽ ഒരു സ്പെഷ്യൽ സിൻഡിക്കേറ്റ് യോഗം ചേർന്നിരുന്നു. ആ കണക്ക് വെച്ചാണ് വിസി പറയുന്നത് അടുത്ത മാസം രണ്ടാമത്തെ ആഴ്ച മാത്രം ഈ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർത്താൽ മതി എന്നുള്ളതാണ് മോഹൻ കുന്നുമ്മലിന്റെ നിലപാട്. അതാണ് അദ്ദേഹം ഇപ്പോഴും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഗുരുതരമായ ചട്ടലംഘനമാണ് വിസി നടത്തിയതെന്നും വിസി സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്നുള്ളതുമാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. മറ്റ് നിയമ നടപടികൾ എന്തൊക്കെ സ്വീകരിക്കും എന്ന കാര്യത്തിൽ ആലോചന നടത്തും എന്നും സിൻഡിക്കേറ്റ് അംഗങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും സർവകലാശാലയിൽ കഴിഞ്ഞ കുറെ നാളുകളായി ഏകദേശം ഒരു മാസത്തോളമായി തുടർന്നുകൊണ്ടിരിക്കുന്ന അധികാര തർക്കം ഉൾപ്പെടെ ഇപ്പോഴും തുടരുകയാണ്. രജിസ്ട്രാറുടെ ശമ്പളം തടഞ്ഞു വെക്കാനുള്ള ഉത്തരവ് ഉൾപ്പെടെ വിസി നിലവിൽ നൽകിയിട്ടുണ്ട്. പക്ഷേ രജിസ്ട്രാർക്ക് 1-ാം തീയതി തന്നെ കൃത്യമായി ശമ്പളം ലഭിക്കും എന്നുള്ളതാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ ഇടതു സഹയാത്രികനും ഒപ്പം തന്നെ അക്കാഡമിക് കൗൺസിൽ വിദഗ്ധനൊക്കെ ആയിരുന്ന രാജൻ ഗുരുക്കൾ തന്നെ നേരത്തെ MG യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ കൂടിയായ രാജൻ ഗുരുക്കൾ വ്യക്തമാക്കിയത് കേരള സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭാഗത്താണ് തെറ്റ്, വൈസ് ചാൻസലർക്കാണ് അധികാരം ഉള്ളത് എന്ന് വ്യക്തമാക്കിയിരുന്നു. ഇക്കാര്യം ചോദിച്ചപ്പോൾ ആര് പറഞ്ഞാലും തങ്ങളുടെ അധികാരത്തിൽ കടന്നു കയറാൻ കഴിയില്ല, തങ്ങൾക്കാണ് അധികാരം എന്നുള്ളത് സർവകലാശാല ചട്ടപ്രകാരം ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ആര് പറഞ്ഞാലും അക്കാര്യം അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ സിൻഡിക്കേറ്റ് യോഗം ചേരാതെ ഇങ്ങനെ പ്രതിസന്ധി തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ളൊരു തീരുമാനം, ആശയവിനിമയം ഒക്കെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ നിലവിൽ നടത്തുന്നുണ്ട്. ഇനി ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ മന്ത്രിതലത്തിൽ പോലും ഒരു സംയോജന പാതയിലേക്ക് കടക്കാനുള്ള നീക്കം, സമവായത്തിലെത്താനുള്ള ഒരു നീക്കം ഒക്കെ പൂർണ്ണമായും പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഇനി ഹൈക്കോടതിയിൽ നിയമ നടപടിയുമായി പോയി ഒരു പരിഹാരം കാണൽ മാത്രമാണ് നിലവിൽ അവശേഷിക്കുന്ന ഒരു സാഹചര്യം ഒരുങ്ങുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. അമൃത, നിയമപരമായി നേരിടുന്നതിനെ കുറിച്ച് ആലോചിക്കുമെന്ന് തന്നെയാണ് സിൻഡിക്കേറ്റ് വ്യക്തമാക്കുന്നത്. വിവരങ്ങളാണ് വിജിൻ വായാന്തോട് പങ്കുവച്ചത്.